ഹായ്, ഞാൻ ജോസ് അഭയം. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് 3-ാമത്തെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഏത് ദിവസം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 3-ാമത്തെ ക്ലാസ് വരുന്നത് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് 2-ാമത്തെ വീഡിയോയിലായിരുന്നു. 3-ാമത്തെ വീഡിയോ പ്രധാനമാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, വല്ലപ്പോഴും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ പലരും ഈ ക്വസ്റ്റ്യന് വിട്ടുകളയാറാണ് പതിവ്. പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ഉദാഹരണം, ഈ ക്വസ്റ്റ്യന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വർഷം തന്നിട്ട് 2050 ജനുവരി 15 എത്ര, അല്ലെങ്കിൽ ഗാന്ധി ജയന്തി എന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വർഷം തന്നിട്ട് ചോദിച്ചാൽ, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതിന് ചില അറിവുകൾ അത്യാവശ്യമാണ്. അതിൽ 1-ാമത്തെ അറിവ്, 400 കൊണ്ട് ഹരിക്കാവുന്ന, 400 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീപ്പ് ഇയേഴ്സിലെ, അതിവർഷങ്ങളിലെ ഡിസംബർ 31 എപ്പോഴും സൺഡേ ആയിരിക്കും, ഞായറാഴ്ച ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. എന്താണ്? 400 കൊണ്ട് ഹരിക്കാവുന്ന ലീപ്പ് ഇയേഴ്സിലെ, 400 കൊണ്ട് ഹരിക്കാവുന്നതൊക്കെ ലീപ്പ് ഇയേഴ്സ് ആണ്. അങ്ങനെ വരുന്ന ലീപ്പ് ഇയേഴ്സിലെ ഡിസംബർ 31, അതായത് ആ ലീപ്പ് ഇയർ വരുന്ന അവസാനത്തെ ദിവസം എപ്പോഴും ഡിസംബർ 31 എപ്പോഴും ഞായറാഴ്ച ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2000 ഡിസംബർ 31 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് ഈ ഒരു പോയിന്റ് അറിയാവുന്ന വ്യക്തിക്ക് എഴുതാൻ പറ്റും, സൺഡേ ആണ്. 1600 ഡിസംബർ 31 ഏത് ദിവസം? ഏതാ? സൺഡേ. 601, അതായത് 1600 ഡിസംബർ 31 തൊട്ടടുത്ത ദിവസം, 1601 ജനുവരി 1 ഏതെന്ന് ചോദിച്ചാൽ സൺഡേയുടെ തൊട്ടടുത്ത ദിവസം, മൺഡേ. അപ്പൊ ഇത്തരത്തിൽ എളുപ്പമുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പോയിന്റ് അത്യാവശ്യമാണ്. പല മെത്തേഡ് ഉണ്ട്, അതിലൊരു മെത്തേഡാണിത്. 400 കൊണ്ട് ഹരിക്കാവുന്ന ലീപ്പ് ഇയേഴ്സിലെ, അതിവർഷങ്ങളിലെ ഡിസംബർ 31 ഞായറാഴ്ചയാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു 100 വർഷം എടുത്താൽ അതിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 200 വർഷത്തിൽ 100, 5, 5, 10, 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. പിന്നെ 300 വർഷം എടുത്താൽ അതിൽ 3, 5, 15, 2, 7, 14 പോയാൽ 1 ഓഡ് ഡേയ്സ് ഉണ്ടാകും. ഇതും കൂടെ ഒന്ന് പഠിച്ചേക്കുക, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. 400 കൊണ്ട് ഹരിക്കാവുന്നതിൽ ഡിസംബർ 31 സൺഡേ, അതാണ് ബേസ്. അടുത്ത് ചിലപ്പോൾ 100 വർഷം വരികയാണെങ്കിൽ, നമ്മൾ ചെയ്ത് വരുമ്പോൾ 100 വർഷം വരികയാണെങ്കിൽ ആ 100 വർഷം മൊത്തം എടുത്തിട്ട് അതിൽ 5 എന്ന് എഴുതിയാൽ മതി, കാരണം ഓഡ് ഡേയ്സ് 5 ആണ്. 200 വർഷം വരികയാണെങ്കിൽ അവിടെ 3 എഴുതിയാൽ മതി. 300 വർഷം വരികയാണെങ്കിൽ അവിടെ 1 എഴുതിയാൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാമോ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിവിടെ കിടന്നോട്ടെ. ചില ക്വസ്റ്റ്യനിൽ ആവശ്യം വരും, ചിലതിൽ ആവശ്യം വരില്ല. പക്ഷെ 400ന്റെ ഗുണിതം എപ്പോഴും ആവശ്യം വരും. അതിനൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. നമ്മുടെ ഈ വർഷത്തെ മുഹറം ഉണ്ടല്ലോ, 2024 ജൂലൈ 16 ഏത് ദിവസം എന്നാണ്. നിങ്ങൾ ചെന്ന് കലണ്ടറിൽ നോക്കിക്കോ, ചൊവ്വാഴ്ചയാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത് വരുമ്പോഴും ആൻസർ ചൊവ്വാഴ്ച വരണം. നമുക്ക് നോക്കാം. ഇതിനാദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ആ സ്പ്ലിറ്റപ്പില് 400ന്റെ ഗുണിതം ആദ്യം എഴുതുക, 2000. 2000ത്തിന്റെ ഏറ്റവും അടുത്ത് വരുന്ന, ഈ പറയുന്ന വർഷത്തിനോട് അടുത്ത് വരുന്ന, ഒരിക്കൽ കൂടെ ചോദിക്കുന്ന വർഷത്തിനോട് അടുത്ത് വരുന്ന 400ന്റെ മൾട്ടിപ്പിൾ എഴുതുക, 2000. 1-2 ക്വസ്റ്റ്യൻ ഇത്തിരി പാടായിരിക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2000. അടുത്ത് 24 ജൂലൈ 16 വരെയുള്ള ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. 24 ജൂലൈ 16 വരെ, 2000 വരെ എഴുതിയുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള അത്രയും ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അതിന് എത്ര വർഷങ്ങൾ കംപ്ലീറ്റ് ആയി? 24 വർഷങ്ങൾ കംപ്ലീറ്റ് ആയോ? 24 വർഷം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡിസംബർ 31 ആകണം. ഇവിടെ ഡിസംബർ 31 ആയിട്ടില്ല, ജൂലൈ 16 എത്തിയതേ ഉള്ളൂ. അപ്പോൾ 24ാമത്തെ ഈ വർഷം കംപ്ലീറ്റ് ആയില്ല, എന്നാൽ 23 വർഷം കംപ്ലീറ്റ് ആയി. പ്ലസ് ജനുവരി 1 മുതൽ ജൂലൈ 16 വരെയുള്ള ദിവസങ്ങൾ, അത്രയും ഡേയ്സ് ആണ്, അത്രയും ഡേയ്സ്. ഇത് ഇയേഴ്സ്, ഇത് സെഞ്ചുറീസ്, അറിയാമല്ലോ. എന്തിനിങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ്.
2000 എടുത്തു. ഇത്രയും എടുക്കുമ്പോൾ അതിൽ ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 0. 400 കൊണ്ട് ഹരിച്ചാൽ അവിടെ 0 പ്ലസ് ഇവിടെയാണ് ഒരു അല്പ ജോലിയുള്ളത്. ഈ 23 വർഷത്തിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. 23 വർഷം എടുക്കുമ്പോൾ അതിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്? 4 ലീപ്പ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 ലീപ്പ് ഇയർ ഉണ്ടാവും അല്ലേ? 5 4 20. ബാക്കി അത്രയും ഓർഡിനറി ഇയേഴ്സ് ആണ്. 18 ഓർഡിനറി ഇയേഴ്സ്. ബാക്കി അത്രയും ഡേയ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കൊന്ന് മാറ്റി ചെയ്യാം. ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. അപ്പോൾ 5 ലീപ്പ് ഇയറിലും കൂടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാകും? 10 ഓഡ് ഡേയ്സ് ഉണ്ടാകും. അപ്പോൾ ഈ 5നോട് 5 കൂടെ കൂട്ടിയാൽ മതി. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ എത്ര ലീപ്പ് ഇയർ എടുക്കുന്നോ അത്രയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ഓഡ് ഡേയ്സ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മൊത്തം ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 28 ആയിട്ട് മാറും. മൊത്തം ഓഡ് ഡേയ്സ് 28. അപ്പോൾ ഇവിടെ 0 ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. 0 പ്ലസ് 28 പ്ലസ് നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതേണ്ടി വരും. നമുക്ക് നോക്കാം. ജനുവരി 1 മുതൽ ജൂലൈ 16 വരെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? തുടക്കം മുതൽ ഈ ക്ലാസ് അനുസരിച്ച് പഠിക്കുന്നവർക്ക് എളുപ്പമാണ്. ജനുവരിയിൽ ഓഡ് ഡേയ്സ് 3 ആണ്. കാരണം 7ന്റെ ഗുണിതങ്ങൾ കഴിഞ്ഞ് വരുന്നതെല്ലാം ഓഡ് ഡേയ്സ്. ഇപ്പൊ 28-ന് ശേഷം വരുന്നതെല്ലാം ഒറ്റ ദിവസങ്ങളാണ്, ഓഡ് ഡേയ്സ് ആണ്. ജനുവരിയിൽ 3, ഫെബ്രുവരിയിൽ 2024 ആയതുകൊണ്ട് ലീപ്പ് ഇയർ ആയതുകൊണ്ട് 1 വരും. മാർച്ചില് 3, പെട്ടെന്ന് എഴുതി പോകാം, 3, ഏപ്രിൽ 2, മെയ് 3, ജൂൺ 2, ജൂലൈയിലാണെങ്കിൽ ജൂലൈ 16 വരെ പറയുന്നു. 16 എഴുതാം. അല്ലെങ്കിൽ 16-ലെ 14 പോയാൽ 7ന്റെ ഗുണിതങ്ങൾ എപ്പോഴും 7 വരുന്നോ അതിൽ നിന്ന് 7 അങ്ങ് അരിച്ചു മാറ്റുക. 7 അതിൽ കൂടുതൽ വരികയാണെങ്കിൽ 7 അങ്ങ് അരിച്ചു മാറ്റുക. അപ്പോൾ ഇവിടെ 16 വന്നു. 16-ലെ 7 2 14 പോയാൽ മിച്ചം 2. ഇങ്ങനെ ഓരോ മാസം എഴുതി ചെയ്യണമെന്നില്ല, ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. പെട്ടെന്ന് എഴുതി പോകാന്നേ ഉള്ളൂ. ജനുവരി 3, ഫെബ്രുവരി 1, മാർച്ച് 3, ഏപ്രിൽ 2, മെയ് 3, ജൂൺ 2, ജൂലൈയിൽ 16-ൽ 14 പോയാൽ 2. ഇനി ഇതിലെ 7 വരുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 4 4 3 7, 7 2 9, 9 3 12, 12 14 16 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 28 പ്ലസ് 16 എന്ന് കിട്ടും. 28 പ്ലസ് 16 അങ്ങനെ വരുമ്പോൾ 34 44 എന്ന് കിട്ടും. 44 ഇവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം അല്ലാതെയാണെങ്കിൽ നമുക്ക് ഈ 7 വരുന്ന രീതിയിൽ ക്രമീകരിച്ച് പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് അങ്ങ് വെട്ടാം. 3 1 4 3 7 പോയി. അടുത്ത് 2 2 4, 4 3 7 അതങ്ങ് പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. 2. അപ്പൊ ഇവിടെ 28 ഉണ്ട്. 28 7 4 28 പോയാൽ മിച്ചം അവിടെ 0 ആണ്. 0. അപ്പൊ ഇവിടെ ആകെ വന്ന ആൻസർ 2 ആണ്. 2 പെട്ടെന്ന് കിട്ടി. സൺഡേയോട് 2 ആഡ് ചെയ്യുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആണ് ആൻസർ. ആൻസർ ഈസ് ട്യൂസ്ഡേ. ഇനി 44 കിട്ടിയാലോ? എല്ലാം കൂടെ കൂട്ടി വലിയ നമ്പർ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് 7 അങ്ങ് മാറ്റുക. 6 7 42. 7ന്റെ ഗുണിതം 6 പ്രാവശ്യം 42. 42 പോകുമ്പോൾ മിച്ചം കിട്ടിയത് 2. ആൻസർ ആയില്ലേ? അപ്പോൾ ഓഡ് ഡേയ്സ് കിട്ടുന്നത് സൺഡേയോടെ ആഡ് ചെയ്യുക. സൺഡേ പ്ലസ് 2, സൺഡേ പ്ലസ് 2, മൺഡേ, ട്യൂസ്ഡേ ആണ് ആൻസർ. ആൻസർ ഈസ് ട്യൂസ്ഡേ. ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്, നിങ്ങൾ ഏത് ദിവസമാണ് ഈ വീഡിയോ കാണുന്നത് ആ ദിവസം എടുത്ത് അങ്ങ് ചെയ്യുക. എളുപ്പത്തിന് അങ്ങ് ചെയ്യുക. നിങ്ങൾക്ക് ആ ദിവസം കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ കറക്റ്റ് ആണ് എന്നുള്ളത്. ഇനി നമുക്ക് മറ്റൊരു വർഷം എഴുതി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജീസ് ബർത്ത്ഡേ ഈസ് ഓൺ വിച്ച് ഡേ ഓഫ് ദ വീക്ക്? ഗാന്ധിജിയുടെ ജന്മദിനമെന്ന് PSC പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കാണാതെ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം, ഏത് ദിവസം നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിയല്ലേ നമുക്കറിയാമല്ലോ. വർഷം നമുക്കറിയാമല്ലോ, 1800 വർഷം നമുക്കറിയാമല്ലോ, 1869 ഒക്ടോബർ 2. നമുക്കറിയാവുന്ന അറിവുകളൊക്കെ ഇവിടെ പ്രയോഗിക്കേണ്ടി വരും.
400ന്റെ മൾട്ടിപ്പിൾ, അതായത് 1869 അടുത്ത് വരുന്ന 400ന്റെ മൾട്ടിപ്പിൾ ഇവിടെ എഴുതണം. 1600. അടുത്തതിനെ വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്യുക. വീണ്ടും 269 ഉണ്ട്, അതില് 200. നൂറ്റാണ്ടുകൾ പ്രത്യേകിച്ച് എഴുതണേ. അതിനാണ് നമ്മൾ പഠിച്ചത് 100 വർഷം എടുത്താൽ അതിൽ 5 ഒറ്റ ദിവസങ്ങളുണ്ട്. 200 വർഷം എടുത്താൽ അതില് 3 ഒറ്റ ദിവസങ്ങളുണ്ട്. 300 വർഷം എടുത്താൽ അതിൽ ഒരൊറ്റ ദിവസം. അപ്പോൾ 1800 കഴിഞ്ഞു. ഇനി 69 ഒക്ടോബർ 2 വരെ എത്ര ഡേയ്സ്? അതില് 69 എത്ര വർഷം കംപ്ലീറ്റ് ആയി? 68. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചല്ലോ. പറയുന്ന വർഷം എടുക്കരുത്, അതിന്റെ ഡിസംബർ 31 ആകുമ്പോഴേ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ 68 പ്ലസ് ജനുവരി 1 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ഡേയ്സ്, ദിവസങ്ങൾ നമുക്ക് നോക്കാം. 1600 ഓഡ് ഡേയ്സ് 0. ഓഡ് ഡേയ്സ് ആണ് ഇനി കണ്ടുപിടിക്കുന്നത്. ഓഡ് ഡേയ്സ് ഓക്കെ 0. 200 നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. 3 കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജോലി ഇനി അടുത്താണ്. 68 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 4 4 28 7 4 28 17 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ബാക്കിയെല്ലാം ഓർഡിനറി ഇയേഴ്സ്. 68 നിന്ന് 17 കുറച്ചാൽ 51 ഓർഡിനറി ഇയേഴ്സ് ഉണ്ട്. ഒരു ഒറ്റ വർഷത്തിൽ ഒരൊറ്റ ദിവസം, ഒരു സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസവും ഒരു അതിവർഷത്തിൽ 2 ഒറ്റ ദിവസങ്ങളും ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ലീപ്പ് ഇയറിൽ അതിന്റെ ഇരട്ടി അതിവർഷങ്ങൾ ഉണ്ടാവും. ഒരു ലീപ്പ് ഇയറിൽ അതിന്റെ ഇരട്ടി ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഓഡ് ഡേയ്സ് ഒറ്റ ദിവസങ്ങൾ ഉണ്ടാവും. സാധാരണ വർഷത്തിൽ അത്രയും തന്നെ ഉണ്ടാവും. പ്ലസ് ഇനി ഇത് ഒന്ന് കൂട്ടി നോക്കുക. രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് 7 കൊണ്ട് ഹരിക്കുകയോ അല്ലെങ്കിൽ 17 34 34 7ന്റെ ഗുണിതങ്ങൾ അങ്ങ് മാറ്റിയിട്ട് മിച്ചം എഴുതുകയോ ചെയ്യുക. അതായിരിക്കും നല്ലത്. 17 17 34 അതിലെ 7ന്റെ ഗുണിതങ്ങൾ 7 4 28 പോയാൽ മിച്ചം 6. ശരിയല്ലേ? 17 നിന്ന് 14 പോയാൽ 3, 17 നിന്ന് 14 പോയാൽ 3, 3 3 6. 51 7 49 പോയാൽ മിച്ചം 2. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയുള്ളതാണ് ഒരല്പമെങ്കിലും നമുക്ക് എഴുതി ചെയ്യേണ്ടത്. കൂടുതൽ എഴുതി ചെയ്യേണ്ടി വരുന്നത് ഇനിയാണ്. ജനുവരി 3, ഫെബ്രുവരി 69 ഫെബ്രുവരി സാധാരണ വർഷമാണ് 0, മാർച്ച് 3, ഏപ്രിൽ 2, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ 2 പറയുന്നത്. ഒക്ടോബർ 2. ഇതിലെ 7 എല്ലാം മാറ്റി നോക്കാം. 3 2 5 2 7, 3 3 6, അത് പറ്റില്ല. 3 2 5, ഈ 2 7 പോയി. മിച്ചമുള്ളത് ഒരു 3, ഇവിടെ ഒരു 3, ഒരു 3. ഇങ്ങനെ നമുക്ക് 7 കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ കൂട്ടുക. 3 + 3 + 2 + 3 + 2 + 3 + 3 + 2 + 2 ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയത് 9 ആണ്. 3 3 6 3 9 കിട്ടി. 9ൽ നിന്ന് 7 പോയാൽ മിച്ചമുള്ളത് 2. ഇനി നോക്കുക. 6 2 8, 8 2 10 കിട്ടി. 10ൽ നിന്ന് 7 അങ്ങ് മാറ്റുക. 10ൽ നിന്ന് 7 മാറ്റിയാൽ എത്ര കിട്ടും? നമുക്കെല്ലാം കൂടെ 3 എന്ന് കിട്ടും. ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, നമ്മൾ എഴുതാതെ വിട്ടത്. 3. ഈ 200ന്റെ 3. അപ്പോൾ 3 + 3 = 6 എന്ന് കിട്ടിയ ആൻസർ. 6 മീൻസ് സാറ്റർഡേ. സാറ്റർഡേയിലെ പഠിച്ചിട്ടുള്ളത് സൺഡേ + 6. ഡിസംബർ 31 സൺഡേ എന്ന് പഠിച്ചു. അതിനോട് സൺഡേ + 6 സാറ്റർഡേ. നിങ്ങൾക്ക് ഇനി കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് കലണ്ടറിലെ ദിവസം കൂടെ നോക്കി വെച്ചിരിക്കുക, ശരിയെ തന്നെ എന്നറിയാൻ വേണ്ടി. ആ വർഷം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു വർഷം കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നിർത്താം. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 1999 ജാനുവരി 26 ഏത് ദിവസം എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നിങ്ങൾക്ക് സമയലാഭം അതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1999 അടുത്ത് വരുന്ന 400ന്റെ ഗുണിതം 1600. പിന്നെ കംപ്ലീറ്റ് ആയത് 398 വർഷങ്ങളാണ്. അതിൽ 300 അതിൻ്റെ ഗുണിതങ്ങൾ വരികയാണെങ്കിൽ അവിടെ എഴുതുക. പിന്നെ 98 അല്ലേ, 98 വർഷങ്ങൾ കംപ്ലീറ്റ് ആയി. 1600, 1900, 1998. പിന്നെ
ജനുവരിയിലെ 26 ഡേയ്സ്. അവിടെ ജനുവരിയിൽ നിന്ന് എഴുതണ്ട, 26 എഴുതേണ്ട കാര്യമില്ല. 7 3 21 പോയാൽ മിച്ചം എഴുതിയാലും മതി. എങ്കിലും ഞാൻ 26 എഴുതുകയാണ്. 1600-ൽ 0, 300-ൽ എത്ര? 1. നമ്മുടെ ജോലി 98-ലാണ്. 98-നെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലീപ്പ് ഇയർ കാണാൻ വേണ്ടി 2 4 8 8 മിച്ചം 1 18-ൽ 4 4 16. അപ്പോൾ 24 98-ൽ 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ടാവും. ബാക്കിയെല്ലാം ഓർഡിനറി ഇയേഴ്സാണ്. 74 അല്ലേ? 74 78 88 98 കറക്റ്റാ. പിന്നെ 26. 24-നോട് ഒരു 24 കൂടെ കൂട്ടേണ്ടി വരും. നമുക്കറിയാമല്ലോ, അതിൻ്റെ ഡബിൾ എടുക്കേണ്ടി വരും ഓർഡർ ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. 4 4 8 2 2 4 48. ഇവിടെ 74 26. ഇവിടെയൊക്കെ നിങ്ങൾ ഈ നമ്പേഴ്സ് എഴുതാതെ 7 പോയതിനു ശേഷം മിച്ചമുള്ള നമ്പേഴ്സ് എഴുതുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, സെക്കൻഡ് 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല സ്പീഡായിട്ട് ചെയ്യാനാണെങ്കിൽ. 6 7 42 പോയാൽ മിച്ചം 6. ഇവിടെ 4 10 7 70 പോയാൽ 4. ഇവിടെ 26-ൽ 3 7 21 പോയാൽ 5. അടുത്ത് ബാക്കിയുള്ളത് എടുക്കുമ്പോൾ 6 1 7 എടുത്താൽ മിച്ചം 3. 5 3 8 8-ൽ മിച്ചം 1 വരുന്നുണ്ട് അല്ലേ? 1 തന്നെയാണോ? 5 6 4 10 15 15-ൽ 1 വരുന്നുണ്ട്. 1 ഇവിടുത്തെ 1-ഉം ഇതാ ഇവിടെ നേരെ എഴുതി വെച്ചിരിക്കുന്ന 1 ഉണ്ട്. 1 ഈ 1-ഉം ഈ 1-ഉം കൂടെ വരുമ്പോൾ ആൻസർ 2 വരുവേ. ആൻസർ 2 ആണ്. ആൻസർ 2. 1 1 2 എന്ന് കിട്ടും. 1 + 1 2. അപ്പോൾ കിട്ടുന്നത് നമുക്ക് സൺഡേ +2, സൺഡേ +2 ട്യൂസ്ഡേ എന്ന് കിട്ടും. ട്യൂസ്ഡേ. ശരി തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളോടൊപ്പം പഠിക്കുന്നവരല്ലേ, അവർക്കൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഒരു ഡേറ്റിൻ്റെ നമുക്ക് അറിയണമെങ്കിൽ, ചെയ്ത രീതി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ചെയ്തിടുക. താങ്ക് യു.